നമസ്കാരം. പ്രധാന വാർത്തകൾ. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് കെഎസ്ആർടിസിയിൽ യാത്ര സൗജന്യമാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി. ചാവക്കാട് എടക്കഴിയൂരിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രിക മരിച്ചു. മലപ്പുറം പാലപ്പെട്ടി തെക്കേപ്പുറത്ത് മുംതാസ് ആണ് മരിച്ചത്. തിച്ചൂരിൽ യുവാവ് ഷോക്കേറ്റു മരിച്ചു. തൃശൂരിൽ ആനയടഞ്ഞു. കൊല്ലത്ത് നിന്നെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. ജനവാസ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച് വിരണ്ടോടിയ ആന കാറും ബൈക്കും ഓട്ടോറിക്ഷയും കുത്തിമറിച്ചിട്ടു. വാർത്തകൾ വിശദമായി. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് കെഎസ്ആർടിസിയിൽ യാത്ര സൗജന്യമാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കെഎസ്ആർടിസിക്ക് സർക്കാർ അധിക സഹായം നൽകുമെന്നും കെഎസ്ആർടിസിയെ നഷ്ടമല്ലാത്ത സ്ഥിതിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സമ്പത്തുണ്ട്, അതിനെ ഉപയോഗപ്പെടുത്തും. ഏതൊക്കെ സർവീസുകളിൽ സൗജന്യം എന്നതിൽ ചർച്ച തുടരുകയാണ്. തൊഴിലിടത്തേക്ക് പോകുന്ന സ്ത്രീകൾക്ക് കൈത്താങ്ങാകും. സൗജന്യ യാത്ര വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വാഹന മോഡിഫിക്കേഷനിൽ യോഗം ചേർന്നിട്ടില്ലെന്നും മന്ത്രി CP ജോൺ വ്യക്തമാക്കി. ചാവക്കാട് എടക്കഴിയൂർ അതിർത്തി ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രിക മരിച്ചു. മലപ്പുറം പാലപ്പെട്ടി തെക്കേപ്പുറത്ത് ഷാനവാസിന്റെ ഭാര്യ 40 വയസ്സുള്ള മുംതാസ് ആണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന മകൻ ഷാൽബിൻ പരിക്കുകളോടെ ഹയാത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. ദേശീയപാത എക്സിറ്റ് പോയിന്റിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. ബ്ലാങ്ങാടുള്ള സഹോദരന്റെ വീട്ടിൽ പോയി മടങ്ങി പാലപ്പെട്ടിയിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം. പരിക്കേറ്റ മുംതാസിനെ എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മേൽനടപടികൾക്ക് ശേഷം പാലപ്പെട്ടിയിൽ ഖബറടക്കം നടത്തും. ഷംന, ജന്നത്ത്, മുഹമ്മദ്, ഷാൽബിൻ എന്നിവർ മക്കളാണ്. തൃശൂരിൽ ആനയിടഞ്ഞു. കൊല്ലത്ത് നിന്നെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. ജനവാസ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച് വിരണ്ടോടിയ ആന കാറും ബൈക്കും ഓട്ടോറിക്ഷയും കുത്തിമറിച്ചിട്ടു. പാർമേക്കാവിൽ തൊഴിയിക്കാൻ എത്തിച്ച ആനയാണ് ഇടഞ്ഞത്. കാലിലെ ചങ്ങല ഉടക്കിയതിനെ തുടർന്ന് ആന ഒരു വീടിന് സമീപത്ത് നിലയുറപ്പിച്ചു. വീടിന്റെ ഒരു ഭാഗം തകർക്കുകയും ചെയ്തു. കാറിനകത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്ന സമയത്താണ് ആന കാർ കുത്തിമറിച്ചത്. 2.5 കിലോമീറ്ററോളം ഓടിയാണ് ആന ജനവാസ മേഖലയിൽ എത്തിയത്. തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിലൊടുവിൽ ആനയെ തളച്ചു. തിച്ചൂരിൽ യുവാവ് ഷോക്കേറ്റു മരിച്ചു. എട്ടാമാട്ടിൽ മണ്ണൂരിൽ അസീസിന്റെ മകൻ 24 വയസ്സുള്ള അജ്മലാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിയോടെയായിരുന്നു സംഭവം. നിർമ്മാണത്തിലുള്ള പുതിയ വീടിന്റെ ഇലക്ട്രിക്കൽ ജോലിക്ക് എത്തിയതായിരുന്നു അജ്മൽ. ജോലിക്കിടയിൽ ഇരുമ്പ് കോണിയിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷോക്കേറ്റ് മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ജമീല മാതാവാണ്. വെള്ളിയാങ്കല്ല് തടയണയുടെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്തെ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് VT ബൽറാം MLAയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. പുഴവക്കിടയിൽ ഭീതിയിൽ കഴിയുന്ന പ്രദേശവാസികളുടെ ആശങ്കയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം CCTV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് തടയണയുടെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്തെ മണ്ണിടിഞ്ഞു വീണത്. യജ്ഞേശ്വരം ക്ഷേത്രത്തിന്റെ പുഴയിലേക്കിറങ്ങുന്ന പടിക്കെട്ടുകളോട് ചേർന്ന ഭാഗത്തെ മണ്ണാണ് പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുന്നത്. മഴക്കാലമെത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുഴവക്കിടിയൽ ആശങ്കയിലായിരുന്നു വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്ര പരിസരത്തെ താമസക്കാരും നാട്ടുകാരും. മഴക്കാലത്ത് പുഴയിലെ അതിശക്തമായ കുത്തൊഴുക്കിൽ കരഭാഗം പൂർണ്ണമായി പുഴയെടുക്കുമോയെന്ന ആശങ്കയിലാണ്. തുടർന്ന് വെള്ളിയാങ്കല്ല് തടയണയുടെ പാർശ്വഭിത്തി 2ാം ഘട്ട പുനരുദ്ധാരണ പ്രവൃത്തി പുരോഗതി വിലയിരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും VT ബൽറാം MLA പദ്ധതി പ്രദേശം സന്ദർശിച്ചു. റിംഗ് ബണ്ട് നിർമ്മാണം, സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം, കോൺക്രീറ്റ് അടിത്തറ പുനരുദ്ധാരണം, അപ്സ്ട്രീം ഡൗൺസ്ട്രീം അടക്കമുള്ള പണികൾ പുരോഗമിക്കുന്ന പദ്ധതി പ്രദേശത്ത് അദ്ദേഹം സന്ദർശനം നടത്തി. പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് ആ പ്രവൃത്തി നടന്നിട്ടില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണുള്ളത്. പല സാങ്കേതിക കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതുവരെയായിട്ട് ആ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ യജ്ഞേശ്വരം ക്ഷേത്രത്തിൻ്റെ ഒട്ടുപുറയടക്കം മണ്ണിടിഞ്ഞ് പോയി അപകടസ്ഥിതിയിലാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ റീറ്റെയിനിങ് വാൾ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അജണ്ട. അതിനുവേണ്ടി ഞാനിന്ന് ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും മറ്റ് ജനപ്രതിനിധികളുമായിട്ട് ഇവിടെ സ്ഥലം നേരിട്ട് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്.
മഴക്കാലത്തിനു മുമ്പായി കോൺക്രീറ്റ് അടിത്തറ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും എല്ലാ പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും MLA നിർദ്ദേശിച്ചു. മഴക്കാലത്തിന് മുൻപ് തന്നെ അത് പൂർത്തീകരിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിൻ്റെ എത്രത്തോളം ഉണ്ടെന്നറിയില്ല. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ചുമതല ഏറ്റെടുത്തത്. ഇന്ന് തൊട്ടാണ് ഇത് വിലയിരുത്താൻ സാധിച്ചത്. അപ്പോൾ ഏതായാലും അത് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി അതിനു വേണ്ടിയുള്ള കർമ്മ പദ്ധതികളുമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ്. യജ്ഞേശ്വരം അമ്പലത്തിൽ ബലിയിടൽ കർമ്മങ്ങൾക്കായി പുഴയിലേക്ക് ഇറങ്ങുന്നതിന് സ്റ്റെപ്പുകളുടെ കാര്യവും MLA പറഞ്ഞു. വെള്ളിയാങ്കലിലെ ബലിതർപ്പണത്തിനൊക്കെ വലിയ പേരുകേട്ട സ്ഥലമാണ്. നിരവധി വിശ്വാസികൾ എല്ലാ വർഷവും ഇവിടെ ആ കാര്യങ്ങൾക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ അവർക്ക് കൂടി സൗകര്യപ്രദമാവുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടി ഇവരുടെ ആവശ്യമായിട്ട് ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ സാങ്കേതികത്വം പരിശോധിച്ചുകൊണ്ട് ബലിതർപ്പണത്തിന് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കൂടി ഇതിൻ്റെ അഡീഷണൽ വർക്കായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് പുതിയ ഫണ്ട് അനുവദിക്കുകയും അതിനുവേണ്ടിയുള്ള മറ്റ് നടപടിക്രമങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ജലസേചന വിഭാഗം ചമ്രവട്ടം പ്രൊജക്ട് തൃത്താല സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ VH ഹരിത, തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ, പരുതൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ PM സക്കറിയ, പട്ടിത്തറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K വിനോദ്, തൃത്താല പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പത്തിൽ അലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ P ദിവ്യ, UT താഹിർ, പഞ്ചായത്ത് അംഗം ഷബ്ന നിഷാദ്, PV മുഹമ്മദ് അലി, TK ചേക്കുട്ടി എന്നിവർ പങ്കെടുത്തു. മണ്ണിടിഞ്ഞ ഭാഗത്ത് തടയണയുടെ അടിഭാഗത്ത് സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് ബ്ലോക്കുകൾ അടുക്കിവെച്ച് താൽക്കാലിക സംരക്ഷണ ഭിത്തി ഒരുക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ പരിശോധന ആരംഭിച്ചു. കെട്ടിടത്തിന്റെ ബലം, ഫയർ, ഇലക്ട്രിക്കൽ, ശുചിമുറിയുടെ വൃത്തി, പരിസരവൃത്തി തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. കൃത്യമായ സർക്കാർ ചട്ടം പാലിക്കാത്തവർക്ക് ഫിറ്റ്നസ് നൽകില്ലെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചില സ്കൂൾ പരിസരം പുല്ലുമൂടി കിടക്കുകയാണെന്നും അവ വൃത്തിയാക്കിയാൽ മാത്രമേ ഫിറ്റ്നസ് നൽകൂവെന്നും അധികൃതർ പറഞ്ഞു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 സനിൽ രാജ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CL ടോണി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവപ്രസാദ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. 10 ദിവസത്തിനുള്ളിൽ 3ാം തവണയാണ് വില കൂട്ടുന്നത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 112.60 രൂപയായി. ഡീസൽ വില 101 രൂപ കടന്നു. കൊച്ചിയിൽ പെട്രോളിന് 110.60 രൂപ കൂടി. ഡീസൽ വില കൊച്ചിയിൽ 99.54 സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച് റിസുൽ പൂക്കുട്ടി. സർക്കാർ മാറിയ പശ്ചാത്തലത്തിലാണ് രാജി. ചീഫ് സെക്രട്ടറിക്കാണ് രാജിക്കത്ത് കൈമാറിയത്. റസൂൽ പൂക്കുട്ടിയോട് സ്ഥാനത്ത് തുടരണമെന്ന നിർദ്ദേശം UDF സർക്കാർ നൽകിയിരുന്നില്ല. ചെയർമാൻ സ്ഥാനത്തേക്ക് പല പേരുകൾ സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. സലിംകുമാർ, ജഗദീഷ്, ദീപു കരുണാകരൻ, പ്രിയങ്ക നായർ എന്നിവരുടെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ടാണ് പവർ ഫെയിലിയർ ഉണ്ടാകുന്നതെന്നും കുറച്ചു ദിവസം കൂടി പ്രയാസമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി തിളക്കത്തിൽ. 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂൾ മുറ്റം കട്ടവിരിച്ച് മനോഹരമാക്കി. ജനകീയ പങ്കാളിത്തത്തോടെയാണ് സ്കൂൾ മുറ്റം കട്ടവിരിക്കൽ പൂർത്തിയാക്കിയത്. മെയ് 16-ന് ആരംഭിച്ച പ്രവർത്തനങ്ങളാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി അതിവേഗം പൂർത്തിയാക്കിയത്. ഗ്രാമവാസികൾ, വ്യാപാരികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൈത്താങ്ങുകളാണ് വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തായത്. അപകടാവസ്ഥയിലായിരുന്ന പഴയ ഓഡിറ്റോറിയം മാറ്റി ഏകദേശം 3000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള സ്ഥലത്താണ് കട്ടവിരിക്കൽ നടത്തിയത്. 470ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം പാഠ്യേതര രംഗങ്ങളിലും മുന്നിലാണ്. കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ്, CCTV സംവിധാനം, സൗണ്ട് സിസ്റ്റം, പുതിയ ഓഡിറ്റോറിയം, കുട്ടികൾക്കായുള്ള പാർക്ക്, ശീതീകരിച്ച ക്ലാസ് മുറികൾ തുടങ്ങിയ വികസന പദ്ധതികളും ലക്ഷ്യമിടുന്നുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹെഡ്മാസ്റ്റർ E ബാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് VS ശിവാസ്, വൈസ് പ്രസിഡന്റ് അനീഷ് തോലത്ത്, KK മുരളി, ഷർഫു, മുത്തു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. എറണാകുളത്തെ കുന്നത്തുനാട് മണ്ഡലത്തിലെ മലയിടം തുരുത്ത് പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിലെ പോലീസ് ദളിത് വേട്ടയിൽ പ്രതിഷേധിച്ച PKS ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. PKS ജില്ലാ കമ്മിറ്റി അംഗം KA ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ ജോയിന്റ് സെക്രട്ടറി PS അശോകൻ അധ്യക്ഷത വഹിച്ചു. KK ദാസൻ, CK അശോകൻ, MK സുരേഷ്, P യതീന്ദ്രദാസ്, സുരേഷ് ബാബു, KC മണികണ്ഠൻ, MM സുമേഷ് എന്നിവർ സംസാരിച്ചു.
ബഹുജന പങ്കാളിത്തത്തോടെ കടവല്ലൂർ പഞ്ചായത്ത് നടത്തുന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KM സലീം അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ടീച്ചർ, പഞ്ചായത്ത് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശൈലേഷ്, ജയചൈമാർ, അങ്കണവാടി ടീച്ചർമാർ, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ആറ്റിക്കാവ് പെരുമ്പിലാവ് യൂണിറ്റുകൾ സംയുക്തമായി മലർവാടി ബാലോത്സവം 2026 മോഡേൺ നഗറിൽ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ശാരീരിക, മാനസിക, സാമൂഹിക വളർച്ചയ്ക്ക് അനിവാര്യമായ വിവിധയിനം മത്സരങ്ങളോടെ ആരംഭിച്ച ബാലോത്സവം ജമാഅത്തെ ഇസ്ലാമി അറ്റിക്കാവ് വനിതാ യൂണിറ്റ് പ്രസിഡന്റ് സുമയ്യ മൻസൂർ ഉദ്ഘാടനം ചെയ്തു. ഖൻസ സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. MH ജാസ്മിൻ, സമീറ, റുബീന നസീർ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണവും നടത്തി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രം സർപ്പക്കാവിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് ഭക്തി നിർഭരമായി. പാതിരാക്കുന്നത്ത് മനസദാനന്ദൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉപദേശക സമിതി അംഗങ്ങളായ M രാമകൃഷ്ണൻ, K ചന്ദ്രദാസ്, ജയൻ മാരാത്ത്, ശശി പൂലോത്ത്, മാതൃസമിതി ഭാരവാഹികൾ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ, കണ്ണകി മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,580 രൂപ, പവന് 1,16,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചരമം തിരുവെങ്കിടം തരകൻ ലൂവിസ് ഭാര്യ ത്രേസ്യ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. വാഗ അരീക്കര വേലായുധൻ മകൻ ജനാർദ്ദനൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ യാത്ര സൗജന്യമാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി. ചാവക്കാട് എടക്കഴിയൂരിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രിക മരിച്ചു. മലപ്പുറം പാലപ്പെട്ടി തെക്കേപ്പുറത്ത് മുംതാസ് ആണ് മരിച്ചത്. തിച്ചൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. തൃശൂരിൽ ആനയിടഞ്ഞു. കൊല്ലത്ത് നിന്നെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. ജനവാസ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച വിരണ്ടോടിയ ആന കാറും ബൈക്കും ഓട്ടോറിക്ഷയും കുത്തിമറിച്ചിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.